നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വേണ്ട മാളു, മഹേട്ടനെ വിളിക്കണ്ട. മഹേട്ടനും കൂടി അപകടത്തിലാവും. മഹേട്ടാ, മഹേട്ടൻ വരണ്ട. ബസ്സിൽ ബോംബുണ്ട്. എന്റെ മോള് രേഷ്മേ, ഇത് കാണിക്ക രേഷ്മേ. ബോംബുണ്ട്. ഇത് കാണിക്കാം. മഹേട്ടാ, അവര് എന്തോ എഴുതി കാണിക്കുന്നുണ്ടല്ലോ. അതെ, എന്തായിരിക്കും അത്? ബസ്സിൽ ബോംബുണ്ടെന്ന്. ബോംബോ? അയ്യോ, ഈശ്വര, ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്തെങ്കിലും ഉടനെ ചെയ്യണം. മഹി, മഹേട്ടാ വരണ്ട, ഞങ്ങളുടെ കൂടെ വരണ്ട. ഇനി പേടിക്കണ്ട, ഞങ്ങളുണ്ട് കൂടെ. എങ്ങനെയെങ്കിലും നമ്മൾ രക്ഷപ്പെടും. ധൈര്യമായിട്ടിരിക്കുക. മഹേട്ടാ വരണ്ട, നിങ്ങളും കൂടി അപകടത്തിലാവും. അജിത്തെ, വീട്ടിലേക്കൊന്ന് വിളിച്ച കാര്യം പറ. അത് വേണോ? അവരുടെ ടെൻഷൻ ആവില്ലേ? അത് ശരിയാ, പക്ഷേ പറയാതിരുന്ന് ശരിയാവില്ല. അവരുടെ പ്രാർത്ഥന കൊണ്ടെങ്കിലും എന്തെങ്കിലും അത്ഭുതം സംഭവിച്ചെങ്കിലോ? ആർക്കാ ഈ സമയം ഏത് വിധത്തിലും നമ്മളെ സഹായിക്കാൻ പറ്റുമെന്ന് അറിയില്ലല്ലോ. അത് ശരിയാ. അമ്മ വിചാരിച്ച എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചാലോ? നിങ്ങൾ എവിടെയത്? എത്ര സമയായി? നിന്നെ മഹിയും മാറി മാറി ഞങ്ങൾ വിളിച്ചോണ്ടിരിക്ക. എന്താ കോൾ എടുക്കാത്തെ? എടുക്കാൻ പറ്റിയ ഒരവസ്ഥയിലായിരുന്നില്ല. ഞാനൊരു അത്യാവശ്യ കാര്യം പറയാനാ വിളിച്ചത്. എന്താ എന്താ കാര്യം? മാളുവിന്റെ സ്കൂൾ ബസ്സിൽ ആരോ ബോംബ് വെച്ചിട്ടുണ്ടെന്ന്. അവരപകടത്തിലാ. ബോംബോ? എന്താ നാത്തൂനെ, എവിടെ ബോംബ്? എന്തെങ്കിലും ഉടനെ തന്നെ ചെയ്യണം. ഞങ്ങൾ അവരുടെ അരികിൽ തന്നെ ഉണ്ട്. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്റെ കുട്ടികള്, അവരെ രക്ഷിക്കണം. ആന്റി ടെൻഷൻ ആവണ്ട, ഞാൻ വിളിച്ചോളാം. എന്റെ ഈശ്വര, എന്തൊരു പരീക്ഷണ ഇത്! എന്താ ദേവയാനി, എന്താ കാര്യം? എന്താ പറ്റിയത്? ആളുവിന്റെ ബസ്സില് ആരോ ബോംബ് വെച്ചെന്ന്. അവരിപ്പോ വലിയ അപകടത്തിലാ. എന്റെ ശ്രീ മഹേശ്വര, അയ്യോ അയ്യോ അയ്യോ. ഇനിയിപ്പോ എന്ത് ചെയ്യും ആന്റി? എന്റെ മാളും ഗംഗി രേഷ്മയും മാത്രമല്ല, ഒരുപാട് കുട്ടികളും ഇല്ലേ? അതെ, എനിക്ക് പേടിയാവുന്നു. എനിക്കൊന്നും അറിയില്ല. എന്റെ മോള് ഞാൻ കൂടി നിർബന്ധിച്ച് അവളെ പറഞ്ഞയച്ചത്. എന്റെ കുഞ്ഞുങ്ങള് ഇത്ര വലിയ അപകടത്തിലേക്കാണോ പോയത്? അയ്യോ, ഇനി നമ്മൾ എന്ത് ചെയ്യും? ഈശ്വര, എനിക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ലല്ലോ. നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ആ ഏലസ് കുഴിച്ചിട്ട് എന്റെ ശക്തി നശിപ്പിക്കാതിരുന്നെങ്കിൽ എനിക്കിപ്പോ എന്റെ മോളെ രക്ഷിക്കാമായിരുന്നു, ഗംഗയെ രക്ഷിക്കാമായിരുന്നു, അതിനകത്തുള്ള പാവം കുഞ്ഞുങ്ങളെ എല്ലാം രക്ഷിക്കാമായിരുന്നു. ബസ് നിർത്തിയാൽ ബോംബ് പൊട്ടും. നിർത്താതെ എത്ര നേരം ഓടിക്കും? ഇങ്ങനെ വണ്ടി മുന്നോട്ട് പോയാലും അപകടമാണ്. ഭഗവാനെ, ഇനി ഞങ്ങളെ രക്ഷിക്കാൻ നിനക്ക് മാത്രമേ പറ്റൂ. എന്തെങ്കിലും ചെയ്യണേ ശ്രീ മഹേശ്വര. ഈ ആപത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ.
ഈശ്വര, എന്റെ ശ്രീ മഹേശ്വര, നിന്നെ വിളിക്കാത്ത ഒരു നേരം പോലും എന്റെ ഗംഗയ്ക്കില്ല. അവളുടെ നല്ലതും ചീത്തയും സുഖവും ദുഃഖവും എല്ലാം നിന്റെ കാൽക്കലല്ലേ അവള് സമർപ്പിക്കാറ്. ഇന്നെന്റെ കുഞ്ഞ് അപകടത്തില്. എന്റെ ഗംഗയും മാളും വലിയ അപകടത്തിൽപ്പെട്ടിരിക്കുക. അവർക്കൊരാപത്തും വരുത്തരുത് ശ്രീ മഹേശ്വര. എങ്ങനെയും എന്റെ കുഞ്ഞുങ്ങളെ നിരീക്ഷിക്കണം. ഒരുപാട് അമ്മമാരുടെ പ്രതീക്ഷകൾ ആ ബസ്സിലുണ്ട്. ഒരുപാട് പേരുടെ പ്രതീക്ഷയും സ്വപ്നവുമാണ് ആ ബസ്സിലുള്ള കുഞ്ഞുങ്ങള്. അവരുടെ ജീവൻ ഇപ്പൊ നിന്റെ കൈകളിലാണ് ഭഗവാനെ. അവരെ നീ തന്നെ രക്ഷിക്കണം. ഈ ഭൂമിയിലെ കപടതയും കള്ളങ്ങളും ഒന്നും അറിഞ്ഞു തുടങ്ങാത്ത ആ കുരുന്നുകളെ നീ എന്തിനാ പരീക്ഷിക്കുന്നത്? എന്റെ ഗംഗയുടെ നല്ലൊരു ജീവിതം കണ്ട് കണ്ണടയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മുത്തശ്ശിയാ ഞാൻ. അതിനു വേണ്ടിയാ ഈ കാലം അത്രയും ഞാൻ ജീവിച്ചത്. എല്ലാ പ്രതിസന്ധികളെയും ഞാൻ അതിജീവിച്ചത് അവളുടെ മുഖം അതൊന്നു മാത്രം ഓർത്തിട്ട്. ആ അവളുടെ ജീവന അപകടത്തിലായിരിക്കുന്നത്. ഞാനിത് എങ്ങനെ സഹിക്കും? ഇതിന് മാത്രം എന്ത് തെറ്റാ ഭഗവാന് ഞാൻ ഈ ജന്മം ചെയ്തത്? എന്റെ കുഞ്ഞിന്റെയും അവന്റെ ഭാര്യയുടെയും ചേതനയറ്റ ശരീരം എന്റെ കൺമുന്നില വെന്തെറിഞ്ഞത്. അത് കാണേണ്ടി വന്ന ഈ നിർഭാഗ്യവതിയായ അമ്മയ്ക്ക് പിന്നീടുള്ള പ്രതീക്ഷയായിരുന്നു ഗംഗ. അതുപോലെ തന്നെയാ പാവം മഹിയുടെയും അവസ്ഥ. ജീവിതത്തിൽ അവന് സ്വന്തം ഒന്ന് പറയാൻ ഇന്ന് മാളു മാത്രമേ ഉള്ളൂ. ആ കുഞ്ഞിന് വേണ്ടി മരിക്കാൻ വരെ തയ്യാറായിരിക്കുന്ന അച്ഛനാ മഹി. അതുപോലെ ഓരോ കുരുന്നുകൾക്ക് വേണ്ടിയും കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ഒരുപാട് മാതാപിതാക്കളും സ്വന്തക്കാരും ഉണ്ട്. അവരുടെ ഒന്നും പ്രാർത്ഥന നീ കാണാതെ പോകരുത് ഭഗവാനെ. എന്റെ കുഞ്ഞുങ്ങളെ ഒരു പോർല് പോലും പറ്റാതെ നീ കാത്തു രക്ഷിക്കണേ എന്റെ ഭഗവാനെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.